ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 16-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ഇവിടെ 3 പെരുന്നാളുകളെ കുറിച്ച് വീണ്ടും മോശ ഇസ്രായേൽ ജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് കൽപ്പിച്ച് നൽകിയതാണ് പെരുന്നാൾ. പെരുന്നാളെന്ന് പറഞ്ഞാൽ വലിയ ദിവസമെന്നാണല്ലോ അർത്ഥം. ഇസ്രായേലിലെ എല്ലാ ഗോത്രക്കാരും എല്ലാ ജനങ്ങളും ദൈവം വേർതിരിച്ചിരിക്കുന്നതായ സ്ഥലത്ത് ഒന്നിച്ചു കൂടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ പെരുന്നാൾ പെസഹ പെരുന്നാളാണ്. അത് വർഷത്തിൻ്റെ ആദ്യ മാസമായ അബീബ് മാസം എല്ലാം എന്ന് നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പോന്നുവോ അതേ ദിവസം അതേ സമയം ആ പെരുന്നാൾ നിങ്ങൾ ആഘോഷിക്കണം. അത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പെരുന്നാളാണ്. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകണം. പുളിപ്പൊന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാവരുത്. അതിനുശേഷം ആ 7-ാം ദിവസം നീയും അവിടെയുള്ള സകല ആൾക്കാരും ഒന്നിച്ചു ചേർന്ന് ആ സന്തോഷം പങ്കുവയ്ക്കുവാനിടയായി തീരണം. അനാഥനും വിധവയും പരദേശിയും ദരിദ്രനും ധനവാനുമെല്ലാം ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്ന മനുഷ്യബന്ധം ശക്തമാകുന്ന ഏറ്റവും വലിയൊരു പെരുന്നാളായി അതിനെ നിങ്ങൾ ആഘോഷിക്കണം. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ആഴ്ച പെരുന്നാൾ, വാരഫല പെരുന്നാളുകൾ ആഘോഷിക്കുന്നതിനെ കുറിച്ചാണ്. അതായത് കൊയ്ത്ത് കഴിഞ്ഞ് 7 ആഴ്ച കഴിഞ്ഞ് 49 ദിവസം കഴിഞ്ഞ് 50-ാമത്തെ ദിവസം നിങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടണം. അന്നേ ദിവസം ഇതുപോലെ ഈ വാരഫല പെരുന്നാൾ അല്ലെങ്കിൽ ഈ കൊയ്ത്ത് പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ സീനായി ഉടമ്പടിയോട് ചേർത്ത് അത് പിന്നെ പെന്തിക്കോസ്ത് പെരുന്നാളായിട്ട് പിൽക്കാലത്ത് ആ പെരുന്നാളാണ് പിന്നീട് അറിയപ്പെടുന്നത്. ദൈവം മോശയ്ക്ക് കൽപ്പന കൊടുത്ത ആ സീനായി ഉടമ്പടിയും കൊയ്ത്ത് കഴിഞ്ഞ് 7 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഒരു പ്രവർത്തനമാണ് കൊയ്ത്തെന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 50-ാമത്തെ ദിവസം നീയും നിൻ്റെ നാട്ടിലുള്ള പരദേശിയും വിധവയും അനാഥനും എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവർക്കെല്ലാവർക്കും അന്ന് ആ പെരുന്നാളിൽ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അപ്പോൾ നിൻ്റെ എല്ലാ കൃഷിവകകളെയും നിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമെന്ന് മോശ മുഖാന്തരം യഹോവ ഇസ്രായേൽ ജനത്തോട് ഇവിടെ അരുളി ചെയ്യുകയാണ്. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കൂടാര തിരുനാളിനെ കുറിച്ചാണ് പറയുന്നത്. ഈ 3 പെരുന്നാളാണ് ഇസ്രായേലിന് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഇത് കൂടാര തിരുനാളിൽ ധാന്യം വീഞ്ഞ് ശേഖരിച്ച ശേഷം 7 ദിവസം നിങ്ങൾ കൂടാര പെരുന്നാൾ നിങ്ങൾ ആഘോഷിക്കണം. മരുഭൂമിയിൽ നിങ്ങളുടെ പിതാക്കന്മാർ കൂടാരത്തിൽ വസിച്ചതിനെ ഓർത്ത്, ദൈവത്തിൻ്റെ തേജസ് കൂടാരത്തിന്മേൽ വന്നതിനെ ഓർത്ത് ഒക്കെ നിങ്ങൾ ആ പെരുന്നാൾ ആഘോഷിക്കേണ്ടതാണ്. പിന്നീട് ഈ ഇസ്രായേൽ കനാനിൽ വന്നതിന് ശേഷം ചെയ്യേണ്ട കാര്യം പറയുന്നുള്ളൂ. നിങ്ങൾ എത്ര വലിയ ഭവനങ്ങളുണ്ടായാലും ഭവനങ്ങളിൽ നിന്ന് 7 ദിവസം മാറി കൂടാരമടിച്ച് അതിൽ താമസിക്കണം. കാരണം പഴയതിനെ ഒന്നും മറന്നു പോകരുത്. ദൈവം എങ്ങനെ അത്ഭുതകരമായി നിങ്ങളുടെ പിതാക്കന്മാരെ വഴി നടത്തി അത് നിങ്ങൾ ഓർക്കുമ്പോഴാണ് ദൈവവുമായി നിങ്ങൾക്കൊരു ബന്ധമുണ്ടാവുക. ആ ബന്ധമുണ്ടാകാൻ വേണ്ടിയാണ് ദൈവം ഇതെല്ലാം ഇങ്ങനെയുള്ളതായ എല്ലാ ക്രമീകരണങ്ങളും പെരുന്നാളുകളായും ആഘോഷങ്ങളായും ആചാരങ്ങളായും അനുഷ്ഠാനങ്ങളായും അല്ലെങ്കിൽ യാഗങ്ങളായും എല്ലാം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ദൈവ മനുഷ്യ ബന്ധം എപ്പോഴും ഈ ഭൂമിയിൽ ശക്തമായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നീതിപാലനെ കുറിച്ച് പറയുന്നു. എല്ലാ ഗോത്രങ്ങൾക്ക് ന്യായാധിപന്മാരെയും നീതിമാന്മാർ അല്ലെങ്കിൽ നീതിപതികളെയും ഒക്കെ നിങ്ങൾ അല്ലെങ്കിൽ അധികാരികളെ അവരെ നിങ്ങൾ നിയമിക്കണം. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ മുഖപക്ഷം നോക്കി വിധിക്കരുത്. ആരുടെയും കയ്യിൽ നിന്ന് നിങ്ങൾ കൈക്കൂലി വാങ്ങരുത്. കാരണം അത് പറയുന്നു, കൈക്കൂലി ജ്ഞാനിയെ അന്ധനാക്കുന്നതാണ്. അത് നൽകുന്ന ആളിനോട് പ്രതിബദ്ധത ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അപ്രകാരമുള്ള കൈക്കൂലി ഒന്നും നിങ്ങൾ വാങ്ങാതെ നിങ്ങൾ എല്ലാവരോടും ഒരുപോലെ നിങ്ങൾക്ക് പ്രതികരിക്കുവാൻ സാധിക്കണം. അതിൽ ധനവാനെന്നോ ദരിദ്രനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ അത് സ്വദേശിയെന്നോ പരദേശിയെന്നോ വ്യത്യാസമില്ലാതെ നീതിപൂർവമായ രീതിയിൽ നിങ്ങൾക്ക് വിധിക്കാൻ സാധിക്കണം.
പലപ്പോഴും ഇത് കൈക്കൂലി പോലെയുള്ളതായ ആ ദോഷപ്രവണതകൾ നീതിപീഠത്തെ ഒക്കെ മാറ്റിമറിക്കുന്നതായി പണ്ട് കാലം മുതലും ഇന്നും നമുക്കത് പല അനുഭവങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവം എപ്പോഴും നീതിമാന്മാരെയാണ് ഓർക്കുക. സ്വർഗരാജ്യം നമുക്ക് അവകാശമാക്കുവാൻ നീതിപൂർവമായ ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. ദൈവം ഇവിടെ പറയുന്നു, നിങ്ങൾ വാഗ്ദത്തം ചെയ്ത ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുവാൻ നീതിപൂർവം നിങ്ങൾ പ്രവർത്തിക്കണം. അതെ, നമ്മുടെ വാഗ്ദത്ത ദേശം സ്വർഗീയ കനാനാണ്. ആ സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി ഭൂമിയിൽ ജീവിക്കുന്നത് നമുക്കും നീതിപൂർവം നമ്മൾ ജീവിക്കുമ്പോഴാണ്. നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രവർത്തികളിലും നമ്മുടെ സമീപനത്തിലും എല്ലായിടത്തും ആ നീതിപൂർവമായി നമ്മൾ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായിട്ട് മാറും. ഇല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചാലും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എല്ലാ കാര്യങ്ങളിലും നീതി നടക്കുവാനുള്ളതായ ഒരു അനുഭവം, ഒരു മനോഭാവം നമുക്കുണ്ടാകണം. അവസാനം പറയുന്ന സേലാ പ്രതിഷ്ഠയുടെ ഒരു പ്രതിഷ്ഠയുടെ ഒരു ഭാഗം പോലും നിന്റെ ദേശത്ത് കാണാൻ എന്ന് പറഞ്ഞാൽ അന്യ ദൈവങ്ങളൊന്നും നിന്റെ മനസ്സിൽ കാണരുത്. എന്ന് പറഞ്ഞാൽ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കുന്ന പോലെ മറ്റാരെയും സ്നേഹിച്ചുകൂടാ. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലുത് ദൈവം തന്നെ ആയിരിക്കണമെന്ന് മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തോടെ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്തത് ഇന്ന് നമ്മളോടാണ് അരുളി ചെയ്തെന്നുള്ള ബോധ്യത്തോടെ നീതിപൂർവമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.